രേഖ ചോദിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ സർക്കാർ കാട്ടിയത് കൈരേഖയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തായി ചർച്ച ചെയ്യുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കൾ പറയുകയുണ്ടായി എന്താണ് പിന്നെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പോരെയെന്ന്. ഇവിടെ ഈ നിയമസഭ തന്നെ പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ആക്ട് 2011 അതിൽ ഈ പറയുന്ന 97(2) അതിൽ പല ക്ലോസുകളാണുള്ളത് ഒരു DGPയെ മാറ്റാൻ. ഇപ്പോൾ മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഡിസിപ്ലിനറി ആക്ഷന് വിധേയമായിട്ടുണ്ടോ, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ പരിശോധനാ റിപ്പോർട്ടിൽ കഴിവുകേടുണ്ടോ, ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ജനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത്, അതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായി എന്നത്. സുപ്രീം കോടതി ഇന്ന് ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്ന കാര്യം, ബാക്കി എല്ലാ ക്ലോസുകൾക്കും നമ്മുടെ മുന്നിൽ മെറ്റീരിയൽ ഉണ്ടാകണം, വെരിഫയബിളായ മെറ്റീരിയൽ ഉണ്ടാകണം എന്നതുപോലെ അത് ഈ പറയുന്ന നിങ്ങൾ ഈ ഒഴിവാക്കിയ എന്ന് പറയുന്ന ഈ വശത്തും വേണ്ടതാണ്. അതിനുള്ള ഒരു രേഖയും നിങ്ങൾ കൊടുത്തില്ല. അത് സുപ്രീം കോടതിയെ പഴിച്ചിട്ട് കാര്യമില്ല. ഈ കേസ് മൂന്നാമത്തെ പടവിലാണ് ഒരു വിധി വരുന്നത്. നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറയുണ്ടായി, ട്രൈബ്യൂണലിൽ പോയി, ഹൈക്കോടതിയിൽ പോയി, അവിടെയൊക്കെ ഇരിക്കുന്ന ഈ ന്യായാധിപന്മാരാണല്ലോ, എല്ലാ ബിരുദവും എടുത്ത് നിയമജ്ഞന്മാരായി വന്ന് സെലക്ട് ചെയ്ത ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് അതിനകത്തൊരു ശരിയുണ്ടെന്ന് തോന്നി. മുകളിൽ വേറൊരുന്ന കൂട്ടർക്ക് അത് ശരിയായില്ല എന്ന് തോന്നി. അപ്പോൾ വിധി വന്നു. സാധാരണ നിയമം അനുസരിച്ച് സുപ്രീം കോടതി വിധിയാണ് പരമാധികാര നീതിപീഠം. ആ വിധിയെ അംഗീകരിക്കാൻ ബാധ്യസ്ഥമാണ്. ഞാൻ നേരത്തെ റേസ് ചെയ്ത ഒറ്റ പോയിൻ്റ്, പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉത്തർപ്രദേശിൽ മുസ്ലിം DGP പാടില്ല എന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടെടുത്തു. എന്താ മിണ്ടാത്ത? ഒരു മതേതര ഒരു സെക്കുലർ സ്റ്റേറ്റ് അല്ലേ ഇത്, രാജ്യമല്ലേ? പക്ഷേ ശ്രീ ആനത്തലവട്ടൻ, ഇവിടെയും ഇതിനെയൊന്നും പേരിൽ ആരും പോകാറില്ല. സെൻകുമാർ അവിടെയാണ് ഒരു മാതൃകയാവുന്നത്. ഒറ്റ സെക്കൻഡ് അങ്ങ് ഈ കോടതി വിധി ശരിയാണോ എന്ന് ഒരു നാവ് കൊണ്ട് ചോദിക്കുമ്പോൾ മറുനാവ് കൊണ്ട് അങ്ങേക്ക് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയവും മുസ്ലിം വിരുദ്ധമായ നിലപാടിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം സൃഷ്ടിച്ചതെന്ന് സെൻകുമാറാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, വേണു ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് വീണ്ടും ചോദിച്ചാൽ പിന്നെ ആച്ചനും കൂടെ മറുപടി പറയാൻ സമയം തരണം. അല്ലാതെ ഇടപെടുന്നത് ശരിയല്ല. നിങ്ങൾ ആദ്യം കുറേ ചോദ്യം ചോദിച്ചു, ഇപ്പോൾ അതിൻ്റെ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത് ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയട്ടെ, അതിന് ശേഷം വേണു ചോദിച്ചോ. എൻ്റെ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സെൻകുമാർ പോയതിന് ഏത് ഉദ്യോഗസ്ഥനും തനിക്കെതിരെ ഒരു അനീതി കാണിച്ചു എന്ന് ബോധ്യം വന്നാൽ മനസ്സിലായാൽ കേസിന് പോകാം. കേസിന് പോയി ഇപ്പോൾ നേരത്തെ ഒരുപാട് ഊഹാപോഹങ്ങൾ പറയുന്നു. ഗവൺമെൻറ് വീണ്ടും കോടതിയിൽ പോകുമോ, അതെല്ലാം നിയമിക്കുമോ, അതെല്ലാം സൈന്യത്തിലാക്കുമോ, ലാ ആൻഡ് ഓർഡറിലാക്കുമോ, ഇതൊക്കെ ഊഹാപോഹങ്ങളും സംശയങ്ങളുമാണ്. മുഖ്യമന്ത്രി എന്ന് പറയുകയുണ്ടായി, കോടതി വിധി പരിശോധിച്ചതിന് ശേഷം ഗവൺമെൻറ് തീരുമാനമെടുക്കും. കോടതിയെ എങ്ങനെയാണ് ഷാർപ്പായി പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്. അവിടെ ഞാൻ റേസ് ചെയ്തൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിയമപ്രകാരം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം മറികടന്നുകൊണ്ട് അവർക്ക് അധികാരം കട്ട് ചെയ്തുകൊണ്ട് കോടതി തന്നെ തീരുമാനിക്കുന്നത് ഡെമോക്രസിയുടെ എന്താവും ഫലം? പക്ഷെ സാർ, കോടതി ഈ പറയുന്ന പ്രകാശ് സിംഗിൻ്റെ ഉത്തരവിടുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, രാജ്യത്ത് ഈ പോലീസ് സംവിധാനത്തെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ നിയമം നിർവഹണം, നിയമം നടപ്പാക്കുക, അതിന് സ്വതന്ത്രമായി വിടാനുള്ള നിയമങ്ങൾ ഒരിടത്തും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കൂ, അതുവരെ ഞങ്ങൾ നൽകിയിരിക്കുന്ന ഈ ഗൈഡ് ലൈൻസാണ് രാജ്യത്തെ നിയമം. അത് ഏകാധിപത്യപരമായി സംസ്ഥാനങ്ങൾക്ക് മേൽ അധീശത്വം സ്ഥാപിക്കുകയല്ല സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി 152 ഭരണഘടനാ പ്രകാരം കിട്ടുന്ന സവിശേഷമായ അധികാരം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഞാനക്കാര്യത്തിൽ സുപ്രീം കോടതി വിധി മാനിക്കാൻ എല്ലാവർക്കും ബാധ്യമാണ്. തെറ്റായാലും ശരിയായാലും സുപ്രീം കോടതി വിധി മാനിച്ചല്ലേ പറ്റൂ. ഭരണഘടനാനുസൃതമാണ് ആണല്ലോ, അതനുസരിക്കുന്നു. അവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത്. ഭരണഘടനാ വിദഗ്ധന്മാർ കണ്ടെത്തേണ്ട ഒരു മാർഗ്ഗമാണ്. ഭരണം കോടതി അങ്ങ് എടുത്താൽ പിന്നെ എന്തിനാ തെരഞ്ഞെടുപ്പ്, പിന്നെ എന്തിനാ ആളിൽ വോട്ട് ചെയ്യുക, എന്തിനാ ഗവൺമെന്റ്? ശ്രീ രാജ്മോഹൻ താൻ പഞ്ചാബിന്റെ കാര്യത്തിൽ കൂടി മറുപടി പറഞ്ഞു. പഞ്ചാബിന്റെ കാര്യം 43 IPS ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് ക്യാബിനറ്റ് പോലും തീരുമാനിക്കാൻ ഒറ്റയടിക്ക് മാറ്റി. ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഉണ്ണിത്താനും വിഷമമുണ്ടോ? ഇല്ല. ആനന്ദൻ വളരെ ബാലിശമായ കാര്യങ്ങളാണ് ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചത്. കാരണം ഹൈക്കോടതിയുടെ വിധി, അവിടെ ഇരിക്കുന്നതൊക്കെ ന്യായാധിപന്മാരാണ്. അവർ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയാണ് ഈ വിധി പുറപ്പെടുവിച്ചതെന്ന് പറയുന്നു. മിസ്റ്റർ ആനന്ദൻ വളരെ കോളക്കം സൃഷ്ടിച്ചൊരു കൊലക്കേസല്ലേ കണ്ണൂർ നടന്ന ജയകിഷൻ മാസ്റ്റർ വധക്കേസ്? തലശ്ശേരി സെഷൻസ് കോടതി മുഴുവൻ പ്രതികളെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഹൈക്കോടതി ആ വിധി ശരിവെച്ചു, മുഴുവൻ ആളുകളെയും തൂക്കിക്കൊല്ലാൻ. സുപ്രീം കോടതി പോയപ്പോൾ മുഴുവൻ ആളുകളെയും വെറുതെ വിട്ടു. അപ്പോൾ സുപ്രീം കോടതിയുടെ ആ വിധിയെ നിങ്ങൾ അപ്പം
കോടതിയുടെ വിധി നിങ്ങൾക്ക് അനുകൂലമാവുമ്പോൾ നിങ്ങൾ അതിനെ സ്തുതിക്കുക, കോടതിയുടെ വിധി നിങ്ങൾക്കെതിരാകുമ്പോൾ അതിനെ തള്ളിപ്പറയുക. ഇവിടെ നമ്മളൊരു കാര്യം പറയാം. ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ സെൻകുമാറിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, ആനത്തലവട്ട ആനന്ദ് പറഞ്ഞല്ലോ, യോഗി ആദിത്യനാഥ് ഒരു മുസ്ലിമിനെ മാറ്റി വേറൊരാളെ കൊണ്ടു. ഇത് നമ്മുടെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കോടതി വിധിയാണ്, സുപ്രീം കോടതിയുടെ വേർഡിക്റ്റാണ് ലളിതകുമാരി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ പോലെ ഇനി നാളെ ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും ഇത്തരം ഒരു സർവീസ് കേസ് വരുമ്പോൾ അതിനകത്ത് സെൻകുമാർ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് കേരള സുപ്രീം കോടതിയുടെ വിധി ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോവാണ്. ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഒന്ന്. രണ്ട്, ഇനി ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിയും ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിക്കെതിരായി ഒരു വിധി പുറപ്പെടുവിക്കാൻ പറ്റില്ല. രണ്ട്, ഇനി ഒരു കോടതിയും ഒരു ഉദ്യോഗസ്ഥരെയും ഇതുപോലെ ക്രൂശിക്കാൻ പോകുന്നില്ല. കാരണം ഈ വിധി മാതൃകാപരമാണ് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും, ഇനി ഭാവി വരുന്ന മുഖ്യമന്ത്രിമാർക്ക്, ഇന്ത്യയിലെ എല്ലാ ഹൈക്കോടതികൾക്കും ഈ വിധി മാനദണ്ഡമാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ചങ്കൂറ്റം ഇത് പിണറായി വിജയനെതിരെയുള്ളതൊന്നുമല്ല. ഒരു ഉദ്യോഗസ്ഥന് ഒരു ഗവൺമെൻറ് നീതി നിഷേധിച്ചു, നീതിക്ക് വേണ്ടിയുള്ള പുറപ്പാടാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ കണ്ണൂരിൽ കഴിഞ്ഞ കുറേ കാലമായി ഏത് ഗവൺമെൻറ് ഭരിച്ചാലും, അത് UDF ആയാലും LDF ആയാലും, അവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, സംഘടനകൾ, അതിലെ പ്രതികളെ തീരുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്, പോലീസല്ല. അപ്പോൾ പ്രതികളെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ച് പോലീസിന് ലിസ്റ്റ് കൈമാറുക, പോലീസിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക, സറണ്ടർ ചെയ്യുന്ന പ്രതികളെ കേസിൽ പ്രതികളാക്കുക. പല നിരപരാധികളും പല കേസിലും ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അതിനൊരു മാറ്റം വന്നത് സെൻകുമാറും കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്താണ്. കണ്ടുപിടിച്ച് ഇപ്പോൾ പിണറായി വിജയന്റെ ഏറ്റവും ആത്മമിത്രങ്ങളായ ഒരുപാട് ആളുകൾ ഒരുപാട് കേസിൽ പ്രതിയായത് സെൻകുമാർ ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാനെടുത്ത ഈ തീരുമാനം, ആ തീരുമാനമാണ് ഇവിടുത്തെ ഹോം സെക്രട്ടറി അദ്ദേഹത്തിന് വേണ്ടി പല തിരിമറികൾ നടത്തി കൊടുത്തു. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ശ്രീ ആനത്തലവട്ടം പറയുന്നതിന് മറുപടി, സർക്കാരുകളെക്കാൾ വലിയ രൂപത്തിൽ കോടതികൾ അമിതാധികാര പ്രവണത കാട്ടുന്നു എങ്കിൽ പിന്നെ സർക്കാർ എന്തിനാണെന്നാണ് ചോദ്യം. അല്ല, ഇവിടെ സർക്കാരിന്റെ പോളിസി അല്ലല്ലോ ചോദ്യം ചെയ്തത് കോടതി, സർക്കാരിന്റെ നയത്തെ. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻകുമാറുമായി എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമുണ്ട്. UAPA നടപ്പാക്കുന്നതിൽ സെൻകുമാറിന്റെ നിലപാട് UDFന്റെ നിലപാടായിരുന്നു, അതോ UDFന്റെ നിലപാട് സെൻകുമാറിന്റെ നിലപാടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഏതായാലും അക്കാര്യത്തിൽ സെൻകുമാർ എടുത്ത നിലപാട് തെറ്റാണ് എന്നാണ് ഈ ഗവൺമെന്റ് വാദിക്കുന്നതെങ്കിൽ എനിക്കത് മനസ്സിലാവും. അതൊരു രാഷ്ട്രീയ നയമാണ്. പക്ഷേ അവിടെയാണ് ഈ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പ്രാധാന്യം വരുന്നത്. എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനങ്ങളെ അത് നിയമത്തിന് പരിധിക്കകത്താണോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണഘടന നേരത്തെ വേണു പറഞ്ഞതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് നൽകുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അങ്ങനെ നൽകുമ്പോൾ അത് നിയമത്തിനകത്താണോ ചട്ടങ്ങൾക്കകത്താണോ കോടതി വിധിക്കകത്താണോ എന്നാണ് കോടതി പരിശോധിച്ചത്. അത് നയത്തല്ല ചോദ്യം ചെയ്തത്. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗവൺമെൻറ് നയം മുസ്ലിങ്ങളെ വയ്ക്കില്ല എന്നുള്ളതൊരു നയം വയ്ക്കാൻ പറ്റില്ല ഒരു ഗവൺമെൻറ്റിന്. അത് വിവേചനപരമാണ്. അവിടുത്തെ DGP കോടതി പോകാൻ ധൈര്യമുണ്ടെങ്കിൽ സെൻകുമാറിന്റെ കേസ് വെച്ച് അവർക്ക് തിരിച്ചു വരാം. എനിക്ക് മറ്റ് രണ്ട് അഭിഭാഷകരിലേക്ക് കൂടെ പോകണം, സമയം കുറവായതുകൊണ്ട് ക്ഷമിക്കണം. രണ്ടുപേർക്കും ഓരോ മിനിറ്റ്. ശ്രീ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, UPയിൽ ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമോ? UPയിലെ ഓർഡർ എന്താണെന്ന് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. UPയിൽ എന്ത് കാരണം കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ വന്നേക്കണെന്ന് അഖിലേഷ് യാദവിന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചതെന്നായിരുന്നു യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJP നേതാക്കന്മാർക്ക് അവിടെയുള്ള വിമർശനം. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തെ DGP സ്ഥാനത്ത് മാറ്റണമെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെയും അവർ സമീപിച്ചതാണ്. ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ TP സെൻകുമാറിൻ്റെ ട്രാൻസ്ഫർ ചെയ്ത ഓർഡർ ക്യാൻസൽ ചെയ്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഈ പറഞ്ഞ റീസൺസ് എല്ലാം നിങ്ങൾ കൗണ്ടർ അഫിഡേവിറ്റിൽ സബ്സിക്വൻ്റ്ലി പറഞ്ഞ റീസൺസ് ഒന്നും ആ പറഞ്ഞ ഓർഡറിൽ കാണുന്നില്ല. ഈ ഓർഡറിൽ കാണാത്തത്തോടത്തോളം കാലം ആ ഓർഡറിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്കാണ് സുപ്രീം കോടതി വന്നിട്ട് 97(2)E വെച്ചിട്ടാണ് ഈ ഓർഡറിനെ ക്വാഷ് ചെയ്തിട്ട് TP സെൻകുമാറിനെ തിരിച്ചു കൊണ്ടുവന്നത്. അതേപോലത്തെ ഒരു മണ്ടൻ ഓർഡറാണ് ഈ UP ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഓർഡർ ഇല്ലീഗലായിരിക്കും. ഇല്ലീഗലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ആവാനുള്ള സാധ്യതയില്ല, കാരണം അവിടെ ഭരിക്കുന്നത് CPM അല്ല. ശരി, അവസാനമായി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ചുരുക്കം വാക്കുകളിൽ സാർ,
നളിനി നെറ്റോയുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടിക്കുള്ള സാധ്യതയാണ് ഈ കോടതി വിധി നൽകുന്നത്? ഈ മെയ് 26, അതായത് മെയ് 25 പുതിയ സർക്കാർ അധികാരമേൽക്കുന്നു. മെയ് 26 ഈ ഒരു 14 പേജുള്ള നോട്ട് അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ഫയലിൽ വെക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. ഈ 14 പേജുള്ള നോട്ട് അത് മറ്റേ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലോ ആവട്ടെ, ഹൈക്കോടതിയിലാവട്ടെ, സുപ്രീം കോടതിയിലെ ആദ്യത്തെ സത്യവാങ്മൂലത്തിലാണ്. ഈ 3 സത്യവാങ്മൂലങ്ങളിലും ഈ മെയ് 26 ഈ പ്രത്യേക നോട്ട് അവർ എവിടെയും പരാമർശിച്ചിട്ടില്ല. സർക്കാർ എവിടെയും പരാമർശിച്ചിട്ടില്ല. ഈ ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം ഒരു പുതിയ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ നൽകുന്നു. ആ പുതിയ അഫിഡവിറ്റിലാണ് എന്ത് നിയമ നടപടിയാണ് ഇനി കഴിയുക? അതാണ് ചോദ്യം. മെയ് 26 ഫയലിൽ വന്നു. അപ്പൊ ഇതിനകത്ത് ഈ മെയ് 26 നോട്ട്, ആ നോട്ടിൽ എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടെങ്കിൽ ഇപ്പൊ ഫോർജറി ഉൾപ്പെടെയുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനിപ്പോ അല്ല, ഇവിടെ വേണം നേരത്തെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായല്ലോ. ഇനിയിപ്പോൾ സെൻകുമാറിനോട് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി പിണറായി വിജയൻ പ്രവർത്തിക്കുമോ? ഇത് പിണറായി വിജയൻ ഏതെങ്കിലും മുഖ്യമന്ത്രിയാണെന്നുള്ള ഒരു ഉദ്യോഗസ്ഥനോടുള്ള പകവീട്ടലല്ല, ക്യാബിനറ്റ് തീരുമാനം അദ്ദേഹം ഏകപക്ഷീയമായിട്ടല്ല. അങ്ങനെ ഒരു കോടതിയുടെ വിധി വന്നാൽ അങ്ങനെ വൈര്യനിര്യാതന ബുദ്ധിയൊന്നും പ്രയോഗിക്കുന്ന ആളല്ല പിണറായി വിജയൻ. ശരിയല്ലല്ലോ. എനിക്ക് സമയം പൂർണ്ണമായും കഴിയുകയാണ്. എന്തായാലും സുപ്രീം കോടതി സെൻകുമാറിന് നീതി നൽകിയിരിക്കുന്നു. പിണറായി വിജയന്റെ നീതിബോധം കാത്തിരിക്കുന്നതിനി ജനകീയ കോടതിയാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.